കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. കാരുണ്യസാഗരമേ കാത്തുകൊള്ളണമേ നീ, സ്വർഗീയ രാജനീശോ നിൻ മുൻപിൽ വന്നിതാ ഞാൻ. കാരുണ്യസാഗരമേ കാത്തുകൊള്ളണമെന്ന് ചേർന്ന് പാടാം. സ്വർഗീയ രാജനീശോ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വന്ന് വാസം ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനയിൽ ഭക്തിപൂർവമായിരിക്കാം. ഹല്ലേലൂയ. കാത്തുകൊള്ളണമേ നീ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നീ കടന്നു വരണമേ, ഞങ്ങളുടെ അശുദ്ധിയെല്ലാം നീ ചാമ്പലാക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നിനച്ചു വാഴും എന്നിലേഴുന്നള്ളണേ. എൻ ശക്തിയൊക്കെയോടും നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നിനച്ചു വാഴും എന്നിലേഴുന്നള്ളണേ. സ്വർഗീയനാഥനീശോ, സ്വർഗീയ രാജനീശോ നിൻ മുൻപിൽ വന്നിതാ ഞാൻ. കാരുണ്യസാഗരമേ കാത്തുകൊള്ളണമേ നീ. സമയത്ത് പാടാം. സ്വർഗീയ രാജനീശോ നിൻ മുൻപിൽ വന്നിതാ ഞാൻ. കാരുണ്യസാഗരമേ
പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ നിറവേറ്റവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നീ പരിശുദ്ധനാകുന്നു. ശ്രുതികട ഹല്ലേലൂയ. സ്വർഗീയ രാജനീശോ പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു. നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നിറച്ചു വാഴും എന്നീരേഴും നൽകണേ. എൻ ശക്തിയൊക്കെയോടും നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നിറച്ചു വാഴും എന്നീരേഴും നൽകണേ. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 കഴിഞ്ഞ് 30 സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് സഭയുടെ അധികാരത്താൽ പഠിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. കൃപയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ രാജനീശോ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
പരിശുദ്ധമേ ദൈവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുത്തുകൊണ്ട് പ്രതിഷ്ഠിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കാം. ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമേ, ശുഭമാല മാതാവേ, സകല ഉപാസന പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം, ജീവിതാവശ്യങ്ങള്, പ്രാർത്ഥനാ നിയോഗങ്ങള് ഇപ്പോൾ മൗനമായി പരിശുദ്ധമ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണം വഴി ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾ യാചിച്ചതെല്ലാം സാധിച്ചു തരുവാൻ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ ഇടയാക്കണമേ. ശ്രുതികടെ പരിശുദ്ധമ്മയുടെ കരുതലും സംരക്ഷണവും ഈശോയെ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗീയ രാജനീശോ നിൻ മുന്നിൽ വന്നിരാ കാരുണ്യ സാഗരനേ കാത്തുകൊള്ളിടണമേ നീ. സ്വർഗീയ രാജനീശോ കർത്താവിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ എന്താണ് മാർഗം? കർത്താവിൻ്റെ തായ്തടിയിൽ നിന്ന് ശാഖ വിട്ടുപോകാതിരിക്കാൻ എന്താണ് മാർഗം? അഥവാ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ എന്താണ് മാർഗം? ഇപ്പോൾ നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 3-ാം അധ്യായം 9-ാമത്തെ തിരുവചനം, ഫലം തരാത്തതിനെയെല്ലാം അവിടുന്ന് വെട്ടി നീക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. അപ്പോൾ വെട്ടി നീക്കപ്പെടാതിരിക്കാൻ എന്താണ് മാർഗമെന്ന് അതിൽ തന്നെ അണ്ടർസ്റ്റുഡാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ എന്താണ് മാർഗം? ഈശോക്കാരെ ഈ വെട്ടി നീക്കുക എന്നുള്ളതൊരു നിലപാടിൻ്റെ ഭാഗമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫലം നൽകിയില്ലെങ്കിൽ സ്വാഭാവികമായി നമ്മൾ
വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോഴും ഈ ഫലത്തെക്കുറിച്ചും വെട്ടിനീക്കുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഇപ്പം യോഹന്നാൻ സ്നാപകനാണ് ഈ വിഷയം തുടങ്ങി വെച്ചെങ്കിലും യോഹന്നാനെക്കുറിച്ച് ഈശോ പറഞ്ഞത് അവൻ കത്തിജ്വലിക്കുന്ന വിളക്കായിരുന്നെന്നാണ്. കാര്യം വചനത്തിൻ്റെ ജ്വലനം യോഹന്നാൻ സ്നാപകനിലെ ആണ് ആദ്യം തെളിഞ്ഞത്. ഇപ്പോൾ യോഹന്നാൻ സ്നാപകൻ കിട്ടിയ വെളിപാട് ഇതാണ്: ഫലം നൽകപ്പെടുന്നില്ലെങ്കിൽ വെട്ടി നീക്കപ്പെടും. ഈശോയും ആ വചനം ഏറ്റെടുത്തു എന്നുള്ളതാണ് ഒരു അപകടം. ഈശോയും പറഞ്ഞത് അത് ശരിയാണ്, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് ശരിയാണ്. ഫലം നൽകുന്നില്ലെങ്കിൽ യോഹന്നാൻ 15-ാം അധ്യായത്തിൽ 2-ാമത്തെ തിരുവചനം 15-ാം അധ്യായത്തിൽ 2-ാമത്തെ തിരുവചനം, ഫലം നൽകുന്നില്ലെങ്കിൽ വെട്ടി നീക്കപ്പെടും. അപ്പം സ്വാഭാവികമായും നമ്മുടെ മുമ്പിലുണ്ടാകുന്ന ഒരു ഓപ്ഷൻ എന്താ? ഫലം നൽകിക്കൊണ്ട്, ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക. വെറുതെ നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റത്തില്ല. അത് ഗൗരവതരമായ ഒരു ഉൾക്കാഴ്ചയാണ്. ഞാൻ വിശ്വാസിയാണ്. ആ വിശ്വാസി ആയതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുമെന്നുള്ള ധാരണ ആദ്യം തിരുത്തണത് യോഹന്നാൻ മാന്താനായാണ്. വിശ്വാസിയാണെങ്കിലും അപ്പോൾ ചോദിക്കും, ഫലം എവിടെയെന്ന് ചോദിക്കും. നമുക്കറിയാം ഫലമെന്ന് പറയണത് സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. ഇപ്പോൾ നമ്മൾ ഗലാത്യർ 5:19 തൊട്ട് വായിക്കുന്ന ആത്മാവിൻ്റെ ഫലങ്ങളില്ലേ, അത് തന്നെ സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ്. അതിൽ സ്നേഹത്തിൻ്റെ ഡിഫറെൻ്റ് ആപ്ലിക്കേഷൻസാണ് വരേണ്ടത്. നമ്മളൊരാൾ ആത്മസംയമനം കാണിച്ചു, ഞാനവിടെ ആത്മസംയമനം കാണിച്ചുകൊണ്ടാണ് അവിടെ സമാധാനം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ, ആത്മസംയമനം എന്ന് പറഞ്ഞത് എന്താണ്? അതായത് പൊട്ടിത്തെറിച്ച് ക്രോധം ഉണ്ടാക്കുന്ന സ്ഥലത്ത് സ്നേഹം കൊണ്ടാണ് ആത്മസംയമനം വരണത്. അപ്പോൾ ആത്മസംയമനം ഒരാൾ കാണിച്ചാലും അത് സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണ്, ആത്മാവിൻ്റെ ഫലങ്ങളാണ്. എന്തെങ്കിലും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഉടമ്പടി ധ്യാനമാണ്. ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്ത മക്കളുടെ ധ്യാനമാണിത്. അതുകൊണ്ട് തന്നെ ഇത് വളർച്ചാ ധ്യാനമാണ്. അതുകൊണ്ട് തന്നെ ഇത് വരദാനങ്ങളുടെ ധ്യാനമാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രാർത്ഥനാനുഭവ ധ്യാനമാണ്. ഉടമ്പടി എന്ന് പറയുമ്പോൾ എല്ലാ ധ്യാനങ്ങളും ഒരുമിച്ച് ഒളിച്ചേർന്ന സമ്പൂർണ്ണ ധ്യാനമാണ്. എന്താ വെച്ചാൽ അതിൽ പ്രാരംഭ ധ്യാനമുണ്ട്, വളർച്ചാ ധ്യാനമുണ്ട്, ആന്തരിക സൗഖ്യ ധ്യാനമുണ്ട്, അതുപോലെ തന്നെ വരദാനങ്ങളുടെ ധ്യാനമുണ്ട്, പ്രാർത്ഥന അനുഭവ ധ്യാനമുണ്ട്. എല്ലാം കൂടി കൂടുന്നതാണ് ഉടമ്പടി ധ്യാനം എന്ന് പറയുന്നത്. ഉടമ്പടി ധ്യാനത്തിൽ ഒരു വ്യക്തി ഉടമ്പടിയിൽ വഴി ദൈവത്തോട് ഇങ്ങനെ ഒട്ടി നിൽക്കുകയാണ് ചെയ്യണത്. എല്ലാവരും ദൈവത്തോട് ഒട്ടി നിൽക്കേണ്ടവരാണ്, പക്ഷെ ഉടമ്പടി നമ്മളെ കുറച്ചുകൂടി ആഴമായി ദൈവത്തിലേക്ക് ഒട്ടിച്ചേർത്തിരിക്കും. ഉടമ്പടി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ കാഷ്വാലിറ്റി ഒഴിവാക്കുകയാണ്. ഏത് കാറ്റ് വന്നാലും, മഴ വന്നാലും, വെള്ളപ്പൊക്കം വന്നാലും ഇടിഞ്ഞു പോകാത്ത, കാന്തി പോകാത്ത കമ്പുകളായി കർത്താവിലേക്ക് നിന്നെ ഒളിച്ചേർത്തിരിക്കുകയാണ്. അതിന് ഉടമ്പടിതായിട്ടുള്ള ഒത്തിരിയേറെ ഫോർമുലാസ് ഉണ്ട്.
നമ്മളുടെ ഉടമ്പടി, നിങ്ങളുടെ ഉടമ്പടിയിൽ ഒത്തിരി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ടല്ലേ? കൃത്യമായി ചെയ്യുന്നവരുണ്ട്. ഉടമ്പടി നമ്മൾ അനുദപിക്കുന്നുണ്ടല്ലേ? ഉണ്ട്. ഉടമ്പടിയിൽ നമ്മൾ രോഗികളെ സന്ദർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരിയേറെ ഉപവി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നതാണ്. ഉപവി പ്രവർത്തനങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ മനുഷ്യരെ സ്നേഹത്തിൻ്റെ ഫലങ്ങൾ കൊണ്ട് സംരക്ഷിക്കുന്നതാണ്. ഇതെല്ലാം ചേർന്നതാണ് മരിയൻ ഉടമ്പടി. മരിയൻ ഉടമ്പടി എന്ന് പറയുമ്പോൾ മാതാവിൻ്റെ ജീവിതത്തിൽ അമ്മ എടുത്തിട്ടുള്ള നിലപാടുകൾ, നയങ്ങൾ, സമീപനങ്ങൾ, ജീവിത സമീപനങ്ങൾ, അതിനധിഷ്ഠിതമായിട്ടുള്ള ആത്മാവിൻ്റെ വളർച്ച, ഇതൊക്കെയാണ് മരിയൻ ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങൾ. പ്രാർത്ഥിക്കുക. കർത്താവേ, മരിയൻ ഉടമ്പടിയിൽ പങ്കെടുത്ത ഞങ്ങൾക്ക് ഞങ്ങളുടെ അവബോധങ്ങളെ വർദ്ധിപ്പിക്കണമേ. കാലയളവില് ദൈവത്തിലെ ഏത് ശാഖകളെക്കാളും ചേർക്കപ്പെടുവാൻ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അവസരങ്ങളെ അർത്ഥവത്തായി ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന ശാഖകളായി രൂപാന്തരപ്പെടുത്തണമേ. മത്തായിയുടെ സുവിശേഷം 7:24-25 പ്രാർത്ഥിക്കുന്നു. എന്റെ വചനം കേൾക്കുന്നവൻ പാറമേൽ ഭവനം പെടുന്ന മനുഷ്യന് തുല്യമായിരിക്കും. കാറ്റടിച്ചു, വെള്ളപ്പൊക്കമുണ്ടായി, അവൻ വീണുപോയില്ല, കാരണം അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. ഈശോയെ, നിന്റെ വചനം മാത്രം പാലിച്ചു മുന്നേറുവാൻ അഭിഷേകം ചെയ്യണമേ. വേഗം നീ വരുമോ, കത്തിച്ച ദീപവും കൈകളിലേന്തി കാത്തിരിക്കുന്നു ഞാൻ. കർത്താവേ, നീ വരുമോ, വേഗം നീ വരുമോ. കരളിന്റെ മണിയറയ്ക്കുള്ളിൽ നിനക്കൊരു മലമഞ്ചവും ഒരുക്കി. കരളിന്റെ മണിയറയ്ക്കുള്ളിൽ നിനക്കൊരു മലമഞ്ചവും ഒരുക്കി. എരിയുന്ന സ്നേഹം കുന്തിരിക്കത്തിൻ്റെ പരിമളവും പരത്തി. എരിയുന്ന സ്നേഹം കുന്തിരിക്കത്തിൻ്റെ പരിമളവും പരത്തി. കത്തിച്ച ദീപവും കൈകളിലേന്തി കാത്തിരിക്കുന്നു ഞാൻ. കർത്താവേ, നീ വരുമോ, വേഗം നീ വരുമോ. മക്കളെ, നിങ്ങൾ രോഗമുള്ള ഇടത്തെല്ലാം നിങ്ങളുടെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. അതിശക്തമായ അഭിഷേക വചനങ്ങളാൽ കർത്താവ് നമ്മളെ സ്നാനപ്പെടുത്തിയിരിക്കുന്ന ആരാധന സ്വർഗീയ നിമിഷങ്ങളാണ്. ഇപ്പോൾ അമ്മ ജീവനോടെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഇപ്പോൾ കർത്താവ് നിന്നെ സുഖപ്പെടുത്തുന്നു. നിൻ്റെ രോഗാതുരമായ എല്ലാ ഇടങ്ങളിലും നിൻ്റെ കൈകൾ വെക്കണം. അഭിഷിക്തൻ കർത്താവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കാൻ പോകുന്നു. കർത്താവെ, തിരുപ്പട്ടത്തിന് അഭിഷേകം നൽകിയതിന് നന്ദി പറയുന്നു. കർത്താവെ, 35 കൊല്ലത്തെ പൗരോഹിത്യം അങ്ങയുടെ നാമത്തെ ജീവിപ്പിച്ചതിന് നന്ദി പറയുന്നു. കർത്താവെ, അതിനേക്കാളുപരി അങ്ങയുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തെ ഈ അൾത്താറയിൽ പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ മനസ്സറിച്ചതിന് നന്ദി പറയുന്നു. കർത്താവെ, ഇപ്പോഴും ഞങ്ങൾ അമ്മയുടെ മധ്യസ്ഥത്തിൽ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്.
ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ അനേകം മക്കളെ ഈ പ്രാർത്ഥന എപ്പോഴേക്കട്ടാലും കർത്താവെ അടിപ്പിണർ പോലെ വൈദാഖാനം പോലെ ദൈവികമായ ശക്തി അവരൊക്കെ ആവശ്യിക്കേണ്ട ശ്രദ്ധിക്കട്ടെ. പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും വചനാഭിഷേകം നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ വാക്യമുള്ളൂ. കർത്താവ് പറഞ്ഞ വാക്ക് ധൈര്യമായിരിക്കുക എന്നുള്ളതാണ്. കടമായാലും രോഗമായാലും കേസായാലും ജപ്തി നടപടിയായാലും നിങ്ങൾ ഈ ആരാധനയിൽ കൂടുന്ന മക്കളാണ്. അമ്മയുടെ നീല മേലങ്കികൾ നിങ്ങളെ സംരക്ഷിച്ചിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായിരിക്കണം. തന്നെയല്ല, ഇപ്പോഴും മാരക രോഗികൾ, അതുപോലെ തന്നെ കോവിഡ് രോഗികൾ ഇപ്പോഴും നെഞ്ചത്ത് കൈവെക്കേണ്ടതാണ്. ഇനി അവരിത് കേൾക്കുന്നില്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്ക് നെഞ്ചത്ത് കൈവെക്കാം. കോവിഡ് രോഗികൾ ഈ പ്രാർത്ഥന കേൾക്കുന്നില്ലെങ്കിൽ, കേൾക്കാത്തവരുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന കേൾക്കുന്നവരവിടെ ബന്ധുക്കളാണെങ്കിൽ നിങ്ങൾ നെഞ്ചിൽ കൈവെക്കാം. കർത്താവ് വിശുദ്ധമായ തൻ്റെ ചോരയാൽ നിങ്ങളുടെ രോഗികളെ കർത്താവ് കഴുകും. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുവിലാവിൽ നൽകുന്ന വിശുദ്ധമായ രക്തത്താൽ എല്ലാ കോവിഡ് രോഗികളുടെയും ശ്വാസകോശങ്ങളെ ഇപ്പോഴും കഴുകണമേ. കർത്താവേ, വ്യത്യസ്തമായ രോഗങ്ങള്, കരള് രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, ഹൃദയ രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, അവയവങ്ങളുടെ രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, 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 മുഴകളുടെ രോഗങ്ങള്, വാത രോഗങ്ങള്, കാലുമുതലേ വരെ ക്രിസ്തുവിന്റെ ദൈവമേ, അവരെ അങ്ങ് സാക്ഷികളായി മാറ്റണമേ. അങ്ങനെ മുറിവേറ്റ കരം ഇപ്പോൾ നീട്ടണമേ. ഞങ്ങളെല്ലാവരെയും സൗഖ്യപ്പെടുത്തണമേ. തിരുരക്തത്താൽ കഴുകണമേ, തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോ പെയ്യട്ടെ, പെരുമഴ പോ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ആയിരിക്കട്ടെ. ഇപ്പോൾ ആശീർവാദം സ്വീകരിക്കാം. ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഉടമ്പടി നിയോഗങ്ങൾ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രത്യേകമായി ഞങ്ങളിപ്പോൾ വിഷമിപ്പിക്കുന്ന ഓരോ വിഷയങ്ങളും ദിവ്യകാരുണ്യനാഥ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. നീ ഞങ്ങളെ കനിഞ്ഞ് ആശീർവദിക്കണമേ. നിന്റെ വലിയ സ്വാതന്ത്ര്യം ഞങ്ങളുടെ കുടുംബത്തിന് പ്രദാനം ചെയ്യണമേ. ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കനിവുണ്ടാകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്